ഹലോ ഗൈസ്, ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഒരു നമ്പർ പ്രൈം നമ്പർ ആണോ അല്ലയോ എന്ന് കണ്ടുപിടിക്കാനുള്ള ഒരു മെത്തേഡ് ആണ് ഡിസ്കസ് ചെയ്യുന്നത്. സോ ഇതിനായിട്ട് ഞാൻ ഇവിടെ 3 എക്സാമ്പിൾ ആണ് കൺസിഡർ ചെയ്യുന്നത്: 8, 9, 13. സോ ഒരു നമ്പറിന്റെ ഫാക്ടേഴ്സ് എങ്ങനെ കണ്ടുപിടിക്കാം എന്നുള്ള ഒരു വീഡിയോ ഞാൻ ഓൾറെഡി ചെയ്തിട്ടുണ്ട്. അതിന്റെ ലിങ്ക് ഞാൻ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ ആഡ് ചെയ്തേക്കാം. സോ 8 എന്ന് പറയുന്ന നമ്പറാണ് നമ്മളിവിടെ കൺസിഡർ ചെയ്യുന്നത്. 8 എന്ന് പറയുന്ന നമ്പറിന് നമുക്ക് രണ്ട് ഫാക്ടേഴ്സ് ഓൾറെഡി അറിയാം. 1 എന്ന് പറയുന്ന നമ്പറും 8 എന്ന് പറയുന്ന നമ്പറും. ഇനി 8 എന്ന് പറയുന്ന നമ്പർ പ്രൈം നമ്പർ അല്ല എന്ന് കണ്ടുപിടിക്കണമെങ്കിൽ നമുക്ക് ഒരു ഫാക്ടറും കൂടി കണ്ടുപിടിച്ചു കഴിഞ്ഞാൽ നമുക്ക് 8 എന്ന് പറയുന്ന നമ്പർ പ്രൈം അല്ല എന്ന് പറയാൻ പറ്റും. സോ നമ്മൾ ഫാക്ടർ കണ്ടുപിടിക്കുന്ന മെത്തേഡ് വെച്ചിട്ട് നമ്മൾ ഒരു ഫാക്ടറും കൂടി കണ്ടുപിടിച്ചു. 2 എന്ന് പറയുന്നത് 8ന്റെ ഒരു ഫാക്ടർ ആണെന്ന് കണ്ടുപിടിച്ചു. സോ നമുക്കിപ്പോൾ കറന്റ് 3 ഫാക്ടർ ആയിട്ടുണ്ട്. സോ 8 എന്ന് പറയുന്നത് ഒരു പ്രൈം നമ്പർ അല്ല എന്ന് നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും. നെക്സ്റ്റ് അടുത്തൊരു എക്സാമ്പിൾ 9 എന്ന് പറയുന്ന നമ്പർ. നമുക്ക് ഡിഫോൾട്ട് ആയിട്ട് രണ്ട് ഫാക്ടേഴ്സ് അറിയാം, 1, 9. സോ നമ്മൾ ഒരു ഫാക്ടറും കൂടി കണ്ടുപിടിച്ചു, 3 എന്ന് പറയുന്ന ഫാക്ടർ. പുതിയൊരു ഫാക്ടർ കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് പറയാൻ പറ്റും 9 എന്ന് പറയുന്നത് ഒരു പ്രൈം നമ്പർ അല്ല. നെക്സ്റ്റ് നമ്മൾ കൺസിഡർ ചെയ്യുന്നത് 13 ആണ്. 13, 1ഉം 13ഉം എന്ന് പറയുന്ന രണ്ട് ഫാക്ടേഴ്സ് ഉണ്ട്. നമുക്ക് വേറെ ഒരു ഫാക്ടേഴ്സ് കണ്ടുപിടിക്കാൻ പറ്റുന്നില്ല. സോ ആ ഒരു കേസിൽ നമുക്കറിയാം ഇതിന് രണ്ട് ഫാക്ടർ മാത്രമേ ഉള്ളൂ. സോ അതുകൊണ്ട് 13 എന്ന് പറയുന്നത് ഒരു പ്രൈം നമ്പർ ആണ്. സോ അടുത്ത വീഡിയോയിൽ നമ്മൾ ഒരു പ്രോഗ്രാം ഉപയോഗിച്ചിട്ട് ഒരു നമ്പർ പ്രൈം നമ്പർ ആണോ അല്ലയോ എന്ന് കണ്ടുപിടിക്കാനുള്ള മെത്തേഡാണ് ഡിസ്കസ് ചെയ്യുന്നത്. സോ ദാറ്റ്സ് ഓൾ ഗൈസ്.